At last we are in a beautiful apartment. ഒരു 10-12 പേരൊക്കെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല അല്ലേ. ഗനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ടോയ്ലറ്റ് എന്നായിരിക്കും. വിശക്കണോന്ന് അറിയില്ല, പറയുമ്പോ തന്നെ എനിക്കൊരു വിശപ്പ്. ഇന്ന് കുടല് കഴിഞ്ഞിട്ട് രക്ഷയില്ല. ഇറ്റലിയില് നമ്മുടെ ആദ്യത്തെ അക്കോമീത സ്പെഷ്യൽ വൈനാണ് റോസോ ഇറ്റാലിയാനോ. At last we are in a beautiful apartment. കപ്പിൾസിനൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. 2 ബെഡാണ് ഇവിടെ ഉള്ളത്. ഒന്ന് കിങ്സും ഒന്ന് സിംഗിളും. ദെൻ അതിൻ്റെ കൂടെ തന്നെ ടവൽസും ഉണ്ട്. സൂര്യൻ്റെ കിരണങ്ങൾ വന്ന് ചുംബിച്ച് പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഔട്ടർ ലുക്ക്. വളരെ ഭംഗിയാണ്. നമുക്ക് കോഫി കുടിക്കാനും സൺബാത്ത് ചെയ്യാനും പറ്റിയൊരു ഏരിയ. അപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ദെൻ ഇവിടെ ഒരു വലിയൊരു കബോർഡ് സ്പേസ് ഉണ്ട്. 2 സ്പേസാണുള്ളത്. കുറച്ച് മുന്നോട്ട് നടന്നു വന്ന 2 ഡോർസ് കാണാം. ഒരെണ്ണത്തിൽ ഷവറിങ് ഡോറാണ്. ആൻഡ് എല്ലാ വിധത്തിലുള്ള ഷവറിങ്ങിൻ്റെ ജെൽസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് ടോയ്ലറ്റാണ്. ആൻഡ് ഈ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ഇറ്റ്സ് വെരി നൈസ്. ഫ്രീ വൈഫൈയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് ബാത്ത് സോപ്പ് ആൻഡ് ഫേസ് വാഷ്, അലോവേര എക്സ്ട്രാക്റ്റ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇത് തീർന്നു കഴിഞ്ഞാൽ തന്നെ അവർ കൊണ്ടുതരും. ഇറ്റാലിയൻ സീരിയലുകൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ഇച്ചായൻ. ദെൻ ഇതാണ് എയർ കണ്ടീഷനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഫ്രിഡ്ജും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ കബോർഡ് ഇച്ചാൻ്റെ ഡ്രസ്സുകളൊക്കെ ഇതിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞ് ലോക്കറുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ വെച്ചടച്ചു. പിന്നെ ലഗേജ് സ്പേസിന് വേണ്ടിയിട്ടൊരു കബോർഡ് മുകളിലുണ്ട്. ആൻഡ് താഴെയുണ്ട് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചേക്കാണ്. ദെൻ നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് തരാനായിട്ടുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ 2 കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ലൈറ്റ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ അതിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നടന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാണ് നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റ്. നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അതിൽ ക്യാമ്പിംഗ് സ്പോട്ട് ആഘോഷമാക്കിയില്ലെങ്കിൽ എന്ത് പ്രയോജനം അല്ലേ. ക്യാമ്പിംഗ് സ്പോട്ട് ആഘോഷമാക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാമ്പിംഗ് സ്പോട്ടാണ് സജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്ക് പുറത്തേക്കൊന്ന് പോകണ്ടേ? അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഇവിടെ 2 സൈഡും ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തപ്പോൾ ഐ ലവ് ഇറ്റ്. ഹീറ്റ് പ്രൊട്ടക്ഷൻ്റെ സ്പ്രേ ഒക്കെ അടിച്ച ശേഷമാണ് കേട്ടോ ഞാൻ കേൾ ചെയ്യുന്നത്. നിങ്ങൾ കേൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഹീറ്റ് പ്രൊട്ടക്ഷൻ്റെ സ്പ്രേസ് ഒക്കെ അടിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ കേൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ മുടി ഡാമേജ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ എൻ്റെ കയ്യിലൊരു കേളിങ് ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ 2 സൈഡും ഞാൻ ജസ്റ്റ് കേൾ ചെയ്ത് നോക്കി. യെസ്, ദിസ് ഈസ് കേളിങ് ക്രീം. ഇത് ഒരുപാട് നേരത്തേക്ക് നമ്മുടെ മുടി ഭയങ്കര കേളായിട്ട് ലോങ് ലാസ്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കാരണം ചെട പിടിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ ലവ് ഇറ്റ്. ഞങ്ങൾ ഒരുങ്ങി ഇവിടെയൊക്കെ പുറത്തേക്കൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് കിടന്നതാണ്. പക്ഷേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ ഉണ്ട്, ഒരു കാർഡാണ്. സോ ഞാൻ പുറത്തേക്ക് കിടന്ന സമയത്ത് തന്നെ ഇച്ചാനും ഓടി പുറത്തേക്ക് കിടന്നു. അപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ അടഞ്ഞു പോയി. ഇച്ചനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ കയറുന്നത്. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. എന്താണ് ഈ അവസരത്തിൽ ഇച്ചന് പറയാനുള്ളത്? പറയൂ. താങ്കൾക്കൊന്നും പറയാനില്ലേ? ഒരു മൈക്കാന്ന് വിചാരിച്ചോ? സ്റ്റേ സ്മാർട്ട്, ഓപ്പൺ എയർ. സോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റും പിന്നെ ക്യാമ്പിൻ്റെ ചുറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എന്താ പറയുക, ഈ അപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ഒരുപാട് ഈ സ്ഥലങ്ങളിൽ മൊത്തം സെയിം ആയിട്ട് തന്നെ അപ്പാർട്ട്മെൻറ്റുകൾ കാണാൻ സാധിക്കും. നമുക്ക് കിട്ടിയേക്കുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്പർ എഴുതി വെച്ചേക്കുന്നത്. 456 നമ്മുടെ നമ്പർ.
പിന്നെ നമ്മൾ നമ്പർ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഏതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത്. സോ യാ, ഭയങ്കര റൊമാൻറ്റിക് ഫീലാണ് ഇത് തരുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ തന്നെ മേൽക്കൂരയുള്ള അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവും. ഇത് ഓൾറെഡി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതിൽ എക്സ്പെൻസീവ് മേൽക്കൂരയുള്ള അപ്പാർട്ട്മെൻറ്റിന് അത് വേറൊരു വൈബാണ്. സോ അത് കുറച്ചും കൂടി ഒരു വലിപ്പമുള്ളതാണ്. സോ നമുക്ക് എന്തായാലും ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഇവിടെ നടന്നിട്ട് ഈ ക്യാമ്പ് ഫുൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. സോ ഈ ക്യാമ്പിൻ്റെ കാര്യങ്ങളും എന്താ പറയുക, നമ്മൾ എവിടെയാണ് ഇവിടെ വെനീസിൽ എവിടെയാണ് ക്യാമ്പ് എടുത്തിട്ടുള്ളത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. കൂടാതെ നിങ്ങൾ വെനീസിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ നല്ല അടിപൊളി ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ശരിക്കും നമ്മൾ ഒന്നോ രണ്ടോ 3 ദിവസം ഈ അപ്പാർട്ട്മെൻറ്റിൽ ജസ്റ്റ് ഒന്ന് ജീവിച്ച് നോക്കണം. കാരണം ഞങ്ങളിപ്പോൾ വന്നിട്ട് 10-15 മിനിറ്റിനുള്ളിൽ ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ അതിന് ചുറ്റും നടന്ന് കാണാനായിട്ടുണ്ട്. സോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞു മരങ്ങളും പുല്ലുകളും ഒക്കെയാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ പുല്ലുള്ള കുറച്ച് ഏരിയാസൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്താ പറയുക, ഞാനിവിടെ വന്നെടുത്തോളം എനിക്കിഷ്ടപ്പെട്ടൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ പ്രകൃതിയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, പ്രകൃതിയോട് കൂടുതൽ ഇടപഴകുന്ന രീതിയിൽ വൃക്ഷങ്ങളും ചെടികളും മരങ്ങളും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു പൂക്കളുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് ഇവിടേക്ക് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചില ഏരിയാസിൽ കാണുന്ന പോലത്തെ വിഷൻ ആയിരിക്കില്ല വേറെ ചില ഏരിയാസിൽ. ഈ 1, 2, 3, 4 സെക്ഷനിൽ ഒരേ രീതിയിലുള്ള അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേൽക്കൂരകളുള്ള അപ്പാർട്ട്മെൻറ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല, പക്ഷേ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ജസ്റ്റ് അവിടെ മാത്രമുള്ളൂ കേട്ടോ മേൽക്കൂരുള്ള അപ്പാർട്ട്മെന്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നോർമലാണ്. ഒരു കണ്ടെയ്നർ സെറ്റപ്പാണ്. ഇതൊരു ഷീറ്റ് വിരിച്ചിട്ടുള്ള പോലത്തെ ഉള്ളൊരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇവിടേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോന്ന് അറിയത്തില്ല. കാരണം ഇതിവിടെ 2 പ്രീമിയം ആയിട്ട് ഇവിടെ 2 ബാക്കിയുള്ള ഇത് കുറച്ചും കൂടി ഫ്രണ്ടേജ് കുറച്ച് കൂടുതലുണ്ട്. സെയിം ആണ് നമ്മുടെ, പക്ഷെ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു കുറച്ചുകൂടി ലക്ഷറീസ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. മേൽക്കൂരയുണ്ട്, കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇനി ഇവിടെ വേറെ ഉണ്ട് അവിടേക്ക് നമുക്ക് എന്തായാലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. അവിടെയാണ് മെയിൻ. ഇവിടേക്ക് നമ്മുടെ ഈക്വലാ, പക്ഷെ ഇവിടെ കംപ്ലീറ്റ് നടന്നൊന്ന് കാണാനായിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ പാടില്ലേ? വേണ്ട, അതിന്റെ ഉള്ളിൽ കൂടെ കിടക്കണ്ട. എന്താ കിടന്നേ കിടക്ക് പോവാം. അപ്പൊ നമ്മള് മേൽക്കൂരുള്ള അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലെത്തി. ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കാണ്. ഇതിന്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ പ്രീമിയം ലുക്ക്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് ചെറുതാണ്. പക്ഷെ ഇത് ചെറുതാണ്. പക്ഷെ എന്തൊക്കെയോ കൂടുതലായിട്ട് എന്തെങ്കിലും മൈക്രോവനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അതുകൊണ്ടൊരു മാട്രിമോണിയോ ടൈപ്പൊക്കെ ആയിരിക്കും. സോ എനിക്ക് ഇഷ്ടപ്പെട്ടത് പേഴ്സണലി ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഇതാണ് കേട്ടോ. കാരണം അവിടെ ഇരിക്കാനായിട്ട് നല്ല അടിപൊളി കസേരയൊക്കെ ഉണ്ട്. അപ്പം നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അത് നല്ലതാണ്. നമ്മുടെ പ്രീമിയം അപ്പർ സൈഡാണ്.
ഈ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇൻഡിവിജ്വൽ വീട് പോലെ അപ്പുറത്ത് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ക്യാമ്പ് ചെയ്യണത്. മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ചേച്ചാ, നോക്ക്. ഈ മരം കാണാൻ അല്ലേ, മരങ്ങളിലെ പൂപ്പല്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ആലിൻ്റെ മരം പോലത്തെ ഒരു മരം ഉണ്ട്, അതാണിത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒരു തരത്തിലുള്ള ഒരു പഞ്ഞിയാണ്. എന്ത് പഞ്ഞിയെന്ന് മനസ്സിലാവില്ല. ഞാൻ ഇത് ശരിക്കും പറഞ്ഞൊരു പ്ലാസ്റ്റിക് ചെടിയാണെന്നാണ് വിചാരിച്ചത്. ശരിക്കും പ്ലാസ്റ്റിക് പോലെ തന്നെ നമുക്ക് തോന്നും. ഇവിടെ നമ്മുടെ കുറേ ഷോപ്സിലൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, സ്പെയിനിലും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പ്ലാസ്റ്റിക് ചെടിയല്ല, ഇത് ഒറിജിനൽ ചെടിയാണ്. ഇത് ഒറിജിനൽ ചെടി ശരിക്കും ബുഷായിട്ട് വെട്ടി നിർത്തിയേക്കണതാണ്. പക്ഷെ രസമുണ്ടല്ലേ ഇങ്ങനെ കാണുമ്പോൾ, അല്ലേ? നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറച്ചും കൂടി ഒരു മരമൊക്കെ നിന്നിട്ട് ഇങ്ങനെയുള്ളൊരു ക്ലൗഡി പോലത്തെ ഒരു അപ്പാർട്ട്മെന്റ് അല്ലേ? എനിക്ക് കുറച്ചും കൂടി ചൂടുള്ള പ്രദേശത്തിനോട് എനിക്ക് കൂടുതൽ താല്പര്യം. ഗൈസ്, ഇത് നോക്ക്, ഇരിക്കാനായിട്ട് സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കുവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. യെസ്, ആൾക്കാരുടെ സൗകര്യാർത്ഥ്യം അവർ വെച്ചേക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എന്താ പറയുക, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വില എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. വില അത്യാവശ്യം കുറവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കുറച്ചുകൂടി നല്ലത്. നമുക്ക് നോക്കാം. എന്തായാലും ഇവർ പുറത്തുനിന്ന് അത്യാവശ്യം ആ ഒരു അങ്കിള് പുറത്തുനിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്, ജസ്റ്റ് കണ്ടേക്കുന്നത്. സോ നമ്മൾ ചില ഏരിയാസിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടി തണുപ്പ് കൂടി വരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് കുറച്ചുകൂടി ചൂട് കാലാവസ്ഥയുള്ള ഒരിതിലാണ്. അത് രണ്ട് ക്ലൈമറ്റ് പോലെ തോന്നുന്നു. ശരിക്കും ഈ ക്യാമ്പ് ഭയങ്കര വൈഡായിട്ടുള്ളൊരു ക്യാമ്പാണ് കേട്ടോ. വീടിൻ്റെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള അപ്പാർട്ട്മെൻറ്റും ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ഇതൊക്കെ കണ്ടെയ്നറാണ്, പക്ഷെ പല ലുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സ്. ഇത് നോക്ക്, ഇത് വേറൊരു ലെവലിലെ ഇവിടെ ആളുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇത് പ്രീമിയം ആണ്. ഇതൊരു അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു വീടിന്റെ ഒരു സെറ്റപ്പ് ആണെങ്കിലേ ഇതില് ഒരു ഭംഗിയില്ല കാണാനായിട്ടല്ലേ. ഒരു ഹാളുണ്ട്, 2 റൂമുണ്ട്. ഇവിടെ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്, അലക്കി തുണികളൊക്കെ ഇടാനുള്ള സൗകര്യം. പക്ഷെ അങ്ങനെ പ്രീമിയം ആകുന്ന സമയത്തുണ്ടല്ലോ വെച്ചാ ഒരു 10-12 പേരൊക്കെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല അല്ലേ? നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റിന് അവിടേക്ക് തന്നെ എത്തിയോ? നമുക്കിപ്പോ മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചോദിക്കാം. പുറത്തേക്ക് ഇറങ്ങില്ല, കാറ്റ് കാരണം കൊണ്ട് ഡോറടഞ്ഞു പോയി. അത് ഞാൻ പറയണ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മള് കാർഡകത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്തു. സോ നമ്മുടെ കാർഡ് അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഒരുങ്ങി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഈ ചൈനും എന്നെ കണ്ടിട്ട് എൻ്റെ പുറകെ വന്നു. കാർഡ് എടുക്കാനായിട്ട് മറന്നുപോയി. ഗൈസ്, നമുക്ക് ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് ഒരു ഐഡിയ തരാനായിട്ടാണ് നമുക്കിത് ഇങ്ങനെ ഒരു സംഭവം വെച്ചേക്കുന്നത്. ഇത് ഞാൻ വായിക്കാം. P1 P2 എന്ന് വെച്ചാൽ പാർക്കിംഗ് ഏരിയ ആണ്. പിന്നെ ബഗനി എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഉദ്ദേശിക്കുന്നത് ആണോ. ബഗനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ടോയ്ലറ്റ് എന്നായിരിക്കും. സോറി. ഷവേഴ്സ് ഉണ്ട്. പിന്നെ
ലാവൻഡറിയാണ്, ലാവൻഡറി, അതായത് അലക്ക് മെഷീൻ, പിന്നെ റിസപ്ഷൻ ഇൻ ഫ്രണ്ട്, പിന്നെ PC സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ആൻഡ് ബഗ്നി ഈ ദോസെ, ടോയ്ലറ്റ് ആൻഡ് ഷവേഴ്സ്, ലാൻഡ്രി, മാർക്കറ്റ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ഉണ്ടോ, ഏരിയ, ദൊഞ്ചി, പ്ലേ ഗ്രൗണ്ട്. സോ ഇത്രയൊക്കെ സാധനങ്ങളുള്ളൂ. ഞങ്ങളുടെ ഇത് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് പണി വിട്ടു. കാരണം കാരണം എല്ലാം ഒരേപോലെ തന്നെയാണ് തോന്നുന്നത്. എവിടേക്കാണ് പോകണ്ടേ, എന്താ പോകണ്ടേന്നൊന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയായി. ഇത് ഇവിടുന്ന് വന്നേക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവിടെയാണ് കേട്ടോ. അവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പിസീനൊക്കെയാണ്, സ്വിമ്മിംഗ് പൂൾ ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ കുളിക്കാം എന്നൊക്കെ വിചാരിച്ചു. റിസർവാർത്തോ അവൈക്കിലി ദേ ഫേസി ദി റിക്കാർഡിയ എലക്ട്രിക്ക റിസർവേഷൻ എ വെഹിക്കിൾ ഇൻ ദ ഫ്രൈസ് ദ റീചാർജ് ഇലക്ട്രിക്. സ്പാനിഷ്, സോറി, ഇറ്റാലിയാനോ. വാ നമുക്ക് ഇനി പൂൾ എക്സ്പ്ലോർ ചെയ്യാം. ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ക്ലോസ്ഡ് ആണ്. സീസൺ അനുസരിച്ചാണ് പൂൾ ഓപ്പൺ ആക്കുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഭയങ്കര തണുപ്പാണെങ്കിൽ പിന്നെ പൂളില് പോയിട്ട് കാര്യമില്ല. കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ നോക്കാം. നമുക്ക് പൂള് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഗൈസ്, ഇതാണ് പൂള്. പൂളിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷെ പൂള് ജസ്റ്റ് ക്ലോസ്ഡ് ആണ്. കാരണം ഇവിടെ ആണോ? അത് റെസ്റ്റോറൻറ്റ് പ്ലസ് ബാറല്ലേ? അവിടെ ഇരിക്കാനുള്ള കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഭയങ്കരമായിട്ട് ചൂടുള്ള സമയത്തായിരിക്കും മേ ബി ഓപ്പൺ ചെയ്യുക എന്ന് തോന്നുന്നു. അവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വരി പൂളുള്ളത്. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് റെസ്റ്റോറൻറ്റ്, ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഉള്ളത് കാണിച്ചിട്ടാണ്. എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇതുപോലെ തന്നെ നല്ല ഭംഗിക്കൊക്കെ ഇവർ നിർത്തിയിട്ടുണ്ടല്ലോ. എല്ലാ സാധനങ്ങളും നല്ല ഭയങ്കര സെറ്റപ്പിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഇത് മറ്റേ വെള്ളത്തിൻ്റെ ഇത് കൂട്ടണതാ. അവിടെ പൈപ്പ് വെച്ച് അടിക്കുന്നുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രമാണോ, അല്ലെങ്കിൽ പുറമേ നിന്ന് ആൾക്കാർക്ക് കയറാൻ പറ്റുമോ? ഓ മൈ ഗോഡ്, മെനു ഒക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ. ഇതേനാ ഓരോന്നിന്റെ വില ഭയങ്കര ചീപ്പാണ്. നമ്മൾ ഇന്ന് കഴിച്ച ഫുഡിന്റെ വില മാത്രമേ ഉള്ളൂ അല്ലേ. ഇതിനകത്ത് നമുക്ക് സ്ലൈസ് ഓഫ് ടോസ്റ്റ് ബ്രെഡ്, ഫ്രഷ് ടൊമാറ്റോ, ഗാർലിക്, ഓയിൽ, സാൾട്ട് ആൻഡ് ബേസിൽ. അത്യാവശ്യം എല്ലാത്തിനും ഒരേ റേറ്റ് ഉണ്ട്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു മെനു ദൽദിയ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. അല്ലെങ്കിൽ മറ്റേ ടോട്ടൽ ആയിട്ടുള്ള ഒറ്റൊരു മെനു ആയിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കൊടുക്കുന്നത് ടോട്ടൽ ആയിട്ടുള്ളൊരു മെനു ആണ്. ആ മെനുവിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ സംഭവത്തിനും ചെറിയ 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 പോർഷൻസ് ഉണ്ടാകും. അപ്പോൾ 1, 2, 3 പേർക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഫുള്ളാവുന്ന രീതിയിലാണ്. പക്ഷേ അങ്ങനെ ഇപ്പോൾ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണെന്ന്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ അതില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു സംഭവം പഠിച്ചു കേട്ടോ. തുറക്കുകയ്ക്ക് അപ്പുറത്തോ എന്ന് പറയും. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഒരു ഇറ്റാലിയൻ ഭാഷ ഞാൻ പഠിച്ചു, അപ്പുറത്തോ. താങ്ക് യു. ഡിന്നർ, എല്ലാം ഉണ്ട്. ലഞ്ച്, ടേക്ക് അവേ, ഡിന്നർ, പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ.
എനിക്ക് ഇവിടെ എൻക്വയറിയിലേക്ക് വരാൻ തോന്നുന്നു. ചിലപ്പോ ചോദിക്കായിരിക്കും എന്നാ നമുക്ക് മാർക്കറ്റിൽ കയറി വയ്ക്കാലോ. വാ നമുക്ക് ഇനി മാർക്കറ്റിലേക്ക് പോവാം. എനിക്ക് അതാണ് അവിടുത്തെ ആവേശം. മാർക്കറ്റിൽ എന്തൊക്കെയുണ്ട്, മാർക്കറ്റിൽ എന്താണ് ഇന്നത്തെ മാർക്കറ്റ് അറിയാനാണ് എനിക്ക് താല്പര്യം. ടൂറിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇതിൽ ബാൻഡേജ് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഈസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് നമ്മൾ പോകേണ്ട സ്ഥലം ഇതിനകത്തല്ല ഗൈസ്. നമ്മൾ പക്ഷെ ഇത്രയും നമ്മൾ കറങ്ങില്ല. നമ്മളെന്തായാലും റോമ കറങ്ങും, പിസ്സ സമയം ഉണ്ടെങ്കിൽ കറങ്ങും. മൊത്തം ഇറ്റലിയിലെ ഏറ്റവും വേണ്ട സ്ഥലങ്ങൾ മാത്രമാണ്. അതല്ല ഇത് കറങ്ങുമെന്നാ പറഞ്ഞത്, പക്ഷെ ഇതൊന്നും നമ്മൾ കറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തൊണ്ണൂറ്റഞ്ച് പൈസ. ഇവിടുത്തുള്ള മാർക്കറ്റാണ്. മാർക്കറ്റിലുള്ള സംഭവങ്ങളാണ്. പെപ്സിഡന്റും ഉണ്ടെങ്കിൽ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ചെറിയ ഒരു മാർക്കറ്റാണ്. ഫുഡ് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഞാൻ ഇപ്പറയൊന്ന് നോക്കട്ടെ, കാരണം നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇതെന്തോ സ്പൈസസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരുപാട് സ്പൈസസ് ഉണ്ട്. പിസ്സ ഉണ്ടാക്കാനുള്ള പിസ്സ മാർഗരീത്ത, മോസ്വെല്ലോ, ഇതെന്തുവാ, ഫ്രഞ്ചി മീച്ചി, എസ്പഗേത്ത, പിക്കാത്തെ. പിന്നെ ഇത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ മുളകാന്ന് വിചാരിക്കരുത്. ഇതിന് അതിലും എരിവ, ഭയങ്കര എരിവ. ഇവിടുത്തെ പിസ്സ ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഇവിടുത്തെ ഒരു പിസ്സ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം, കാരണം നമ്മൾ സ്പെയിനിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും പിസ്സ കിട്ടും. ഇവിടെ പിസ്സ കിട്ടുമോ നോക്കാം. യെസ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊന്നും പൈസ കിട്ടില്ല. മാർക്കറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് റിസപ്ഷൻ. റിസപ്ഷനിൽ നമ്മളൊരു ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മളെല്ലാം കഴിഞ്ഞ് കവർ ചെയ്തു. ഇനിയുള്ളതെന്ന് പറയാനായിട്ട് നമ്മുടെ വസ്ത്രങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴുകാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ദിസ് വൺ. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഇതിൽ കൂടെ നടന്നു വരുമ്പോൾ തന്നെ ഭയങ്കര രസം തോന്നിക്കും കേട്ടോ. പിന്നെ കുറേ ഇതുപോലെ തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഏരിയാസ് അതെല്ലാം ഉണ്ട്. പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു നമുക്ക് നല്ലൊരു എയർ ശ്വസിക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു പ്രദേശം എന്നൊക്കെ പറയില്ലേ, അത് നല്ല രസമുണ്ട്. കുറേ നേരം ഇരുന്ന് എയറൊക്കെ ശ്വസിക്കാനായിട്ട് പറ്റും, പിന്നെ ചായ കുടിക്കാനായിട്ട് പറ്റും. നല്ല രസമുണ്ട്. ഇത് ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറയുക ചെയ്തത്, നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ചെറിയ വീട് മതിയല്ലോ, എന്തിനാ വെറുതെ ചുമ്മാ വലിയ വീടൊക്കെ കെട്ടി പൊക്കി വെച്ച്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. വീടൊക്കെ പണിയാണെങ്കിൽ ഇതുപോലെ ചെറിയ വീടൊക്കെ പണിത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യമുള്ള വീട് പണിതാൽ കുറച്ച് രസമായിരിക്കും കാണാനായിട്ട്. അങ്ങനെ സൂര്യൻ്റെ ചൂടൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഞങ്ങളൊന്ന് ഫ്രഷായി ഇവിടെ ഒന്ന് ചുറ്റി നടന്നപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടും വന്നു. അവനെ കൂട്ടിയിട്ടാവാം അടുത്ത നടത്താം. എന്തായാലും വിശപ്പിന്റെ വിളി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നു. ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇറ്റാലിയൻ സ്ട്രീറ്റിന്റെ മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ്. ആ കൂട്ടത്തിൽ നല്ലൊരു ടിപ്പിക്കൽ റെസ്റ്റോറൻറ്റിലേക്കും ഞങ്ങളുടെ കണ്ണു പോകുന്നുണ്ട്. വൈകുന്നേരം ഇപ്പോൾ സമയം 7:45. സോ
റെസ്റ്റോറൻറ്റുകളൊന്നും ഇവിടെ അധികമില്ല. ഞങ്ങൾ നിൽക്കുന്ന ക്യാമ്പിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷെ അവിടുത്തെ ഫുഡൊന്നും ടിപ്പിക്കലായിട്ടുള്ള ഫുഡല്ല. സോ വേറെ എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുവാണ്. ചൂടനാണെങ്കിലും ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചാനാണെങ്കിൽ വിശപ്പിൻ്റെ വീട്ടിൽ വന്നു തുടങ്ങി. എനിക്ക് പിന്നെ വിശക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോൾ തന്നെ എനിക്കൊരു വിശപ്പ് വരും. അങ്ങനെയാണല്ലോ. അങ്ങനെ എന്തൊരു ഭംഗിയാ. ഇറ്റാലിയൻ ഡ്രൈവേഴ്സിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? റോട്ടിൽ പോകുമ്പോ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്ത് അവർ ഫുട്പാത്തിൽ കൂടെ പോകും. വണ്ടി നിർത്താൻ പാടില്ല, ബ്രേക്ക് പിടിക്കരുത്. ഇവിടുത്തെ റൂൾസ് അതാണ്, ബ്രേക്ക് പിടിക്കാനേ പാടില്ല. ഒരു വണ്ടിക്കാരൻ എന്റെ പുറത്തേക്ക് കയറ്റിയാണ് എന്ന് വന്നു കഴിഞ്ഞപ്പോ. സിഗ്നൽ ഉണ്ട് സൈക്കിളിന് മാത്രം സിഗ്നൽ ഉണ്ട്. ക്ലാസ് ഞങ്ങൾ ലേബൽ കയറി. നമ്മൾ രാവിലെ തന്നെ ഇവിടേക്ക് പോവാണ്. എവിടേക്കാ? സിറ്റി സെന്ററിലേക്ക്. സോ നമ്മള് സംഭവങ്ങളൊക്കെ എടുക്കാം. ടിപ്പിക്കലായിട്ടുള്ള ഇറ്റാലിയൻ ഫുഡ് നോക്കി നടന്നിട്ട് ഞങ്ങൾ കണ്ടെത്തിയതാണ് ഇന്ത്യൻ ക്വസ്റ്റ്യൻ. ഒരുപാട് കൊതി കൂടുന്ന വിഭവങ്ങള് അങ്ങോട്ട് മുന്നിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആർക്കാണെങ്കിലും ഇറ്റാലിയൻ ഫുഡ് മാറ്റി വെച്ച് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഒരു കൊതിയൊക്കെ തോന്നും. അത് മാത്രമേ ഞങ്ങൾക്ക് തോന്നിയുള്ളൂ. അങ്ങനെ ഇറ്റാലിയൻ ഫുഡ് പിന്നൊരു ദിവസത്തേക്ക് ആവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ചെയ്തു. സോ നമ്മള് ഇങ്ങനൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അത് ഇന്ത്യൻ ക്വസ്റ്റ്യൻ ആണ്. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് 3 പൊറോട്ട ആൻഡ് കബാബ് ആൻഡ് ചിക്കൻ. ഹോട്ടലിൽ വന്നിട്ട് 80 euro ആയി. ഇറ്റ്സ് സോ അഫോർഡബിൾ. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലേഡി സ്റ്റാഫ് ഷീസ് ഫ്രം അർമേനിയ. ആൻഡ് അവരെ കസ്റ്റമേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ത് ഭംഗിയായിട്ടാ. ആൻഡ് ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. എന്തൊക്കെ കാണണം, എവിടെയൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. ഐ ലൈക്ക്. വന്ന ദൂരം തന്നെ തിരിച്ചു നടക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. കാരണം നല്ല ചിക്കൻ്റെ മണവും എല്ലാം കൂടി ആകുമ്പോൾ ഇവിടെ വെച്ചനെ തിന്നാലോ എന്ന് തോന്നിപ്പോകും. ഇന്ന് കുടല് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. പിന്നെ പാഴ്സൽ മേടിക്കാണ്ട് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കും. വേറൊന്നുമല്ല, അവിടെ ഒരു ആംബിയൻസ് ഇല്ലെന്നേ. വിശന്ന് കുടലിൽ കരിഞ്ഞാലും ഒരു ആംബിയൻസ് ഒക്കെ വേണ്ടേ? ആംബിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണവും തൂക്കി പിടിച്ച് ഞങ്ങൾ അവിടെ എത്തുന്നത്. ആംബിയൻസ് മുഖ്യമായതുകൊണ്ട് നമ്മൾ മേടിച്ച എല്ലാം അങ്ങ് നേരത്തെ തന്നെ വെച്ചു. പൊറോട്ടയും കബാബും ചിക്കനും എല്ലാം. ഇപ്പൊ എങ്ങനെയുണ്ട്? സെറ്റല്ലേ ഗൈസ്? നമ്മളിതേ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു നൈറ്റ് മൂഡ് അതിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നാനുണ്ട്, പിന്നെ കബാബ് ഉണ്ട്, ചിക്കൻ, പിന്നെ പൊറോട്ട ഉണ്ട്. അവിടെ ഇത് നാനാണോ? ചിക്കൻ്റെ കൂടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഇറ്റലിയിലായതുകൊണ്ട് ഇറ്റാലിയൻ സ്പെഷ്യൽ വൈനാണ് റോസോ ഇറ്റാലിയാനോ. സോ പിന്നെ നമുക്ക് കുറേ ടിപ്സ് ഉണ്ട്. സോ ഇറ്റലിയിൽ നമ്മുടെ ആദ്യത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കൊമീത. ഇറ്റാലിയയിൽ എങ്ങനെ പറയണേന്ന് അറിയാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് ഒക്കെ തീർക്കാം. ഇന്നത്തെ നൈറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു നൈറ്റ് ആയിരുന്നു. ബാൽക്കണിയിൽ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നു. ലൈറ്റിന്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തത്. പക്ഷെ ഫ്ലാഷ് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തപ്പോഴുണ്ടല്ലോ നമ്മുടെ ബാൽക്കണിയിലുള്ള ഡിം ലൈറ്റ് ബ്രൈറ്റ് ആയി തീർന്നു. അപ്പൊ എല്ലാവർക്കും